പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്ത് 1500 വർഷങ്ങൾക്കിപ്പുറം അല്ലാഹു നമുക്ക് ആ പുണ്യ മദീനയിൽ എത്തിച്ചേരാൻ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നസീബാക്കട്ടെ. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിനാൽ തന്നെ കണ്ണ് തെറിച്ച് താഴേക്ക് വീണപ്പോ ആ കണ്ണ് കയ്യിലെടുത്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉഹദിന്റേതാകുന്ന യുദ്ധത്തിലേക്ക് ഞാൻ സമരമുഖത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് റസൂലേ. എന്റെ ഭാര്യ എന്റെ കണ്ണിൽ ചുംബിച്ചാണ് യാത്രയാക്കിയിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ ഒറ്റക്കണ്ണനായിട്ട് പോകേണ്ടി വരുമല്ലോ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് ഈ കണ്ണ് തിരിച്ച് ഫിറ്റ് ചെയ്ത് തരണമെന്ന് ഖതാദ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്, പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് വിളിച്ചോതുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സംഭവമാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണതാകുന്ന അദ്ദേഹത്തിന്റെ കണ്ണ് വാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെതാകുന്ന കണ്ണിന്റെ തൽസ്ഥാനത്തേക്ക് നബി തങ്ങൾ വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കണ്ണിന്റെ തൽസ്ഥാനത്തൊന്ന് തടവുകയാണ്. മാഷാ അല്ലാഹ്, വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ കഴിവിനാൽ പരിപൂർണമായി ആ കണ്ണ് തൽസ്ഥാനത്തേക്ക് തിരിച്ചു വരുകയാണ്. മുമ്പുള്ളതിനേക്കാൾ നല്ല കാഴ്ചശക്തി ബഹുമാനപ്പെട്ടവർക്ക് ആ കണ്ണിനാൽ അല്ലാഹു നൽകുകയാണ്. മാഷാ അല്ലാഹ്, സന്തോഷവാനായി അദ്ദേഹം വീട്ടിലേക്ക് പോകുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പിനാൽ തെറിച്ചു വീണതായ കണ്ണാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ടതാകുന്ന കൈകൾ കൊണ്ട് തിരിച്ചു ഫിറ്റ് ചെയ്യുന്നത് ചരിത്രമാണ്. അറിയുമോ നിങ്ങൾക്ക്, ഇതുപോലൊരു സംഭവം ലോക ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ലോകരെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ സംഭവമാണ്. ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് തൽസ്ഥാനത്തേക്ക് തിരിച്ചു വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്ത് കാണുകയാണ്. കാലിന്റെ ഭാഗത്തൊരു മുറിയുടെ പാട്. എന്ത് പറ്റി സലമാന്റെ കാലിൽ? സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുനൈൻ യുദ്ധത്തിന്റെ വേളയിൽ എന്റെ കാലിൽ ശത്രുവിനാൽ ഒരു വെട്ട് വന്നു. നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ശത്രുവിനാൽ മുറിവ് പറ്റുകയുണ്ടായി. കാലതാ ഒടിഞ്ഞു തൂങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സ്വഹാബത്ത് ശവമഞ്ചമിലിട്ടുകൊണ്ട്, മയ്യത്ത് കട്ടിലിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയാണ്. സ്വഹാബത്തിലെ ചിലർ വിളിച്ചു പറയാൻ തുടങ്ങി, ഉസീബ സലമത്തു, സലമത്തിനെ ആ മരണത്തിലേക്ക്
എത്തിക്കുന്ന മുറിവാണ് വന്നു ചേർന്നിട്ടുള്ളത്. മരണത്തിലേക്ക് പോകും കേട്ടോ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത മുറിവാണ് ഉണ്ടായിട്ടുള്ളത്. കണങ്കാല് രക്തത്തിനാൽ കുളിച്ചിരിക്കുകയാണ്. രക്തമിതാ വാർന്നൊഴുകുകയാണ്. ശരീരത്തിൻ്റെതാകുന്ന ഏറ്റവും മാർദ്ദവമുള്ളതാകുന്ന അവയവമല്ലയോ പരിപൂർണമായി ഇതാ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. മുറിക്കപ്പെട്ടതാകുന്ന കാലമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മലതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയാണ്. ഡോക്ടർമാരുടെ ചാരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സലമ വിളിച്ചു പറയുന്നു, പോകല്ലേ, എന്നെ കൊണ്ടുപോകേണ്ടത് ഏറ്റവും വലിയ ഡോക്ടറാകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചാരത്തേക്ക് സലമയെ കൊണ്ടുവന്ന് കടത്തുകയാണ്. സലമ പറയുകയാണ്, നബിയേ നബിയേ, എന്റെ കാല് എനിക്ക് തിരിച്ചു വേണം റസൂലേ. ഏതൊരു യുദ്ധത്തിലാണോ എനിക്ക് വെട്ടേറ്റത് അതേ യുദ്ധത്തിൽ തന്നെ എനിക്ക് യുദ്ധം ചെയ്യണം റസൂലേ. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനുള്ള കൊതിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സലമ നീ ക്ഷമിക്കണം സലമ. ഈ കാല് പരിശുദ്ധമായ ദീനിന് വേണ്ടി നൽകപ്പെട്ടാൽ ഷഹീദിന്റെ കൂലിയാണ് കൂലിയാണ്. സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ശരിയാണ് റസൂലേ, പക്ഷേ എനിക്ക് ഇതേ യുദ്ധത്തിൽ തന്നെ എനിക്ക് ശത്രുവിനെതിരിൽ പടപൊരുതണം റസൂലേ. എനിക്കതിനെ കാല് അനിവാര്യമാണ്. തിരിച്ചു നൽകിയാലും ഹബീബേ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫനഫസ ഫീഹി സലാസ നഫസാത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാല് ചേർത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് 3 ഊതലൂതുകയാണ്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. പരിപൂർണമായി ശമനം വരുകയാണ്. ഒടിഞ്ഞു തുടങ്ങിയ കാലാണ്. അത് തിരിച്ചു ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എന്റെ മറ്റേ കാലിനേക്കാൾ മുറിവ് പറ്റാത്തതാകുന്ന കാലിനേക്കാൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പിന്നീട് എന്റെ മരണം വരെയും മറ്റേ കാലിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമാക്കപ്പെട്ട ഹുനൈൻ യുദ്ധത്തിന്റെ കളത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ കാലിലേക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആദരത്തിലൂടെ ഒന്നൂതിയതാണ് കാരണമെന്ന് സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ കുറിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ, അവിടുത്തെ ശത്രുക്കൾ വധിച്ചപ്പോൾ, വലിയ കോലാഹലങ്ങൾ ഉണ്ടായ സമയത്ത് നാട് വിട്ടുകൊണ്ട് ഇറാഖിലെ റബദ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് ബഹുമാനപ്പെട്ടതാകുന്ന സലമ യാത്ര പോവുകയാണ്. ഈ നാട്ടിൽ നിന്നാൽ ഇനി രക്തച്ചൊരിച്ചിലുകളാണ് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി സലമത്ത് ബിൻ അക്വർ റളിയല്ലാഹു അൻഹു ഇറാഖിലെ റബദ എന്ന പട്ടണത്തിലേക്ക് യാത്ര പോയത്രേ. ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം ഈ സംഭവം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു ഗ്രന്ഥത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. വകാന സ്വഹാബത്തു യുസാഫിറൂന ഇലാ റബദ. സ്വഹാബത്തും താബിഈങ്ങളും ശേഷമുള്ളതാകുന്ന സർവ്വ മഹത്തുക്കളും അവർ ഇറാഖിൽ സിയാറത്തിന് വേണ്ടി പോകാറുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ആളുകളോട് അന്വേഷിക്കുകയാണ്, എവിടെയാണ് സലമയുള്ളത്? ഐന സലമതു, എവിടെയാണ് സ്വഹാബിയായ സലമയുള്ളത്? അതാ ഇന്ന സ്ഥലത്താണ് ഹാഹുനാ സലമ, ഇവിടെയുണ്ട് സലമത്ത് ബിൻ അക്വർ എന്ന സ്വഹാബി എന്ന് പറയപ്പെടുമ്പോൾ അവിടേക്ക് ചെന്നുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന്റെ കൈകൾ ചുംബിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കരങ്ങൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ മുആനഖ ചെയ്യുകയാണ്. എന്തിനാണ് ഞങ്ങൾ ഈ കരങ്ങൾ പിടിക്കുന്നത്? പിൽക്കാലത്തുള്ള സ്വഹാബത്തും താബീങ്ങളും പറയുകയാണ്, ഞങ്ങൾ എന്തിനാണ് സലമ ഈ കൈ പിടിക്കുന്നത്, ഇത് ചുംബിക്കുന്നതെന്ന് അറിയുമോ? ഈ കൈകൾ കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിയെ ബൈഅത്ത് ചെയ്തതായ സ്വഹാബിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ നിങ്ങളുടെ കൈകളിൽ വന്നിട്ടുണ്ട്. ആ കൈ മാർദ്ദവമാണ്.
അതിന്റെ ബറക്കത്തെടുക്കാനാണ് ഞങ്ങൾ ഈ പരിശുദ്ധമായ ഇറാഖിന്റെ മണ്ണിലേക്ക് വന്നത് എന്ന് സ്വഹാബത്തും താബീങ്ങളും പറയാറുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഹുനൈൻ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കാല് നഷ്ടപ്പെട്ടു പോയ സ്വഹാബിക്ക് കാല് തിരിച്ചിട്ട് കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഊതല. ഇന്നും അതാണ് മന്ത്രിച്ചൂത്. ഞാൻ പറഞ്ഞതല്ല, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെതാകുന്ന വിനാശം, ബഹുമാനപ്പെട്ടവരെ ഷഹീദാക്കപ്പെട്ടു. നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായപ്പോഴാണ് നാട് വിട്ടു പോകുന്നത്. മദീന വിട്ട് ഇറാഖിലേക്ക് പോയി ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ പറയുന്നു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അവിടേക്ക് സഹാബത്ത് പോകുമായിരുന്നു. ശേഷമുള്ളതാകുന്ന ആളുകൾ അദ്ദേഹത്തെ കാണാൻ താബീങ്ങളടക്കം പോകും. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുംബിക്കുമെന്നതിന് ഈ കൈ ആരുടെ കൈയുമായി തട്ടിച്ച കയ്യാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് പരിശുദ്ധമായ ദീൻ. ഇത് ദീനാണ്, മനസ്സിലാക്കണം. നമുക്കിത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ടാകും. നബിയുടെ കൈക്ക് എന്താ ഇത്ര പവറോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാ സീത മനുഷ്യനല്ല. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫനീല മിസ്റൻ ثم ബാഖിൽ അൻഹുറു. ബഹുമാനപ്പെട്ടതാകുന്ന മഹല്ലി ഇമാമിന്റെ കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. മഹല്ലി എന്ന പേരിൽ അറിയപ്പെടുന്നതാകുന്ന മഹല്ലി എന്ന കിതാബിൽ 1-ാം വാല്യം 18-ാമത്തെ പേജിൽ ഖല്ലൂബിയുടെ ശറഹിൽ കാണാം ഈ ബൈത്ത്. ഒരുപാട് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിൻ നബിയിൽ മുത്തബഅ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് പരിശുദ്ധ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ടതാകുന്ന കരത്തിലൂടെ പ്രവഹിച്ച വെള്ളമാണ്. മനസ്സിലാക്കണം. അതെപ്പോഴാ ഉണ്ടായത്? ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹിജ്റയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ട് നബിയും സഹാബത്തും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹുദൈബിയയിലെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലേക്ക് വരികയാണ്. ഡെസേർട്ടിലൂടെ, മരുഭൂമിയിലൂടെയുള്ള യാത്ര. മക്കയിലേക്ക് വരുന്നു. മദീനയിൽ നിന്ന് 450 കിലോമീറ്റർ ആണുള്ളത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് 25 കിലോമീറ്റർ ഇനി അങ്ങോട്ടുള്ളൂ. ഹുദൈബിയയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലേക്കുള്ളൂ. 25 ഇല്ല, അതിൽ താഴെ. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും തടഞ്ഞു. അന്ന് സഹാബത്ത് വളരെയേറെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാൻ വെള്ളമില്ല, അംഗസ്നാനം ചെയ്യാൻ വെള്ളമില്ല. ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു സഹാബത്തോട്, നബിയെ വെള്ളമില്ല, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസവും. ചരിത്രം വിശാലമാണ്. ഹുദൈബിയ സന്ധിയല്ല ഞാനിവിടെ വിശദീകരിക്കുന്നത്. അത് പറയാൻ ദിവസങ്ങളോളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ള വെള്ളം കൊണ്ടുവരും. ഒരു ചെറിയ തോൽപാത്രത്തിൽ സഹാബത്ത് വെള്ളം കൊണ്ടുവന്നു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലത് കൈ, ശറഫാക്കപ്പെട്ട വലത് കരം അതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരിയടക്കം കാണാം മുത്തുനബിയുടെ കൈയുടെ മുസബ്ബിഹാവരിന്റെയും നടുവരിന്റെയും ഇടയിൽ നിന്നായി വെള്ളം അങ്ങനെ പ്രവഹിക്കുകയാണ്.
ഒരു വലിയതാകുന്ന ജലാശയം അടക്കെ വെള്ളം അങ്ങനെ ഒഴുകുന്നു. നബി തങ്ങൾ കൈയെടുക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബത്തും വുളൂ ചെയ്യുന്നു, ആവശ്യം പോലെ കുടിക്കുന്നു. അവരുടെ ഉപയോഗങ്ങൾ മുഴുവനും കഴിയുമ്പോൾ നബി തങ്ങൾ കൈയെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, കൈയെടുക്കുന്ന സമയത്ത് പരിപൂർണമായി വെള്ളം നിലയ്ക്കുകയാണ്. കൈ അങ്ങോട്ട് വെക്കുമ്പോ വെള്ളം ഇങ്ങനെ പ്രവഹിക്കുക. അവിടെ ഒരുമിച്ച് ഊരിയതാകുന്ന സ്വഹാബത്തും മുഴുവനും അവരെല്ലാവരും ആ വെള്ളം ഉപയോഗിച്ചു എന്ന ചരിത്രം ആലോചിച്ചു നോക്കാം. 1500 വരുന്ന സ്വഹാബത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതായിരുന്നു എന്ന് എല്ലാ അയിമ്മത്തുകളും പിൽക്കാലത്ത് വന്ന ഇമാമിയങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു. നബി തങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വെള്ളത്തിനാണ് ലോകത്ത് എല്ലാ വെള്ളങ്ങളിലും ഒന്നാം സ്ഥാനം. أفضل المياه ماء قد نبع من بين أصابع النبي المتبع. അന്ന് പരിശുദ്ധമായ ഹുദൈബിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന വിരലിനിടയിൽ നിന്ന് പ്രവഹിച്ചതാകുന്ന വെള്ളം ആ ഹുദൈബിയുടെ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ സ്വഹാബത്തും അത് അനുഭവിച്ചു, ആസ്വദിച്ചു. അവർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ആ വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. തീർന്നില്ല, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. രണ്ടാമത് ശ്രേഷ്ഠതയുള്ള വെള്ളം പിന്നീട് സംസമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദമിട്ടടിച്ച സ്ഥലം, കാൽപാദം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചതാകുന്ന വെള്ളം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിനാൽ കുഴിക്കപ്പെട്ടതാകുന്ന സ്ഥലത്തിലൂടെ പ്രവഹിച്ചതായ വെള്ളം, അത് രണ്ടാം സ്ഥാനമാണ്. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ എന്ന് ഉലമാക്കൾ ഏകോപിക്കുകയാണ്. രണ്ടാം സ്ഥാനം സംസം വെള്ളം. ഉലമാക്കൾ പറയുന്നു. തീർന്നില്ല, പിന്നീട് പറയുന്നു ഫൽ കൗസറു. നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ആസ്വദിക്കാൻ തരുന്നതായ ഹൗദുൽ കൗസർ സ്ഥാനത്തിന്റെ വിഷയത്തിൽ മൂന്നാം സ്ഥാനമാണ്. അതെന്താ അങ്ങനെ? ഹൗദുൽ കൗസർ സ്വർഗീയ പാനീയല്ലേ? അതെന്താ മൂന്നാം സ്ഥാനം? ഒന്നാം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച വെള്ളത്തിന്. കാരണം അത് നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്, അതിനാണ് ഒന്നാം സ്ഥാനം. മറ്റേത് നബിക്ക് നൽകപ്പെടുന്നതാണ് ഹൗദുൽ കൗസർ. സ്ഥാനത്തിന്റെ വിഷയത്തിൽ അത് മൂന്ന്. ടേസ്റ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അഹ്ലാ മിനൽ അസലി വഅബിയദു മിനൽ ലബൻ. പാലിനേക്കാൾ നല്ല വെണ്മ, തേനിനേക്കാൾ മധുരമാണ് ഹൗദുൽ കൗസർ. അല്ലാഹു നമുക്കത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. അത്രല്ല, അത് ഒരു വട്ടം ഒരു കവിൾത്തടം കുടിച്ചാൽ പിന്നീട് ഒരു അല്പം പോലും ദാഹമുണ്ടാവില്ല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗദുൽ കൗസർ അല്ലാഹു അത് കുടിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. പക്ഷേ സ്ഥാനത്തിന്റെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വെള്ളം, വിരലിൽ നിന്ന് പുറത്തുവിട്ട വെള്ളം. രണ്ടാമത്തത് പരിശുദ്ധമായ സംസം വെള്ളം. മൂന്നാമത്തത് ഹൗദുൽ കൗസർ. നാലാമത്തത് നൈൽ നദിയിലെ വെള്ളം. മൂസാ നബി അലൈഹിസ്സലാം ഒഴുക്കിവിട്ടതാകുന്ന പെട്ടിയിലാക്കി ഒഴുക്കിവിട്ടതായ നൈൽ നദി, അവിടുന്ന് കളിച്ചു വളർന്നതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിലുള്ളതായ നദി, അത് നാലാം സ്ഥാനമാണ്. പിന്നെ ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ വെള്ളവും ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സമമാണ്. ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അതിൽ തന്നെ ഒന്നാം സ്ഥാനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവഹിച്ച, സ്വന്തം ശരീരത്തിൽ നിന്ന് പരിശുദ്ധമായ ഹുദൈബിയ സന്ധിയിൽ വെച്ചുകൊണ്ട്, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട്, ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് പുറത്തു വന്നതായ വെള്ളം. അത് അന്നുണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും കുപ്പിയിലാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ആ വെള്ളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത് അവിടെ കൊണ്ട് നിലച്ചു പോയി എന്നാണ്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് അന്നുള്ള സ്വഹാബത്ത് മുഴുവനും അനുഭവിച്ചു, അവർക്കത് ലഭിച്ചു. അത് പിന്നീട് ഉണ്ടായിട്ടില്ല. അതാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ വെള്ളം. നബി തങ്ങളുടെ മുഅ്ജിസത്താൻ, മാനുഷികമായ കഴിവാൻ. കയ്യിൽ നിന്ന് എവിടുന്ന വെള്ളം വരിക? അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് അല്ലാഹു കൊടുത്തൊരു പവറാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് രണ്ടുപേരും പുറത്തു പോകുമ്പോ നല്ല കൂരിരുട്ടാണ്. ഇമ്രാൻ റളിയല്ലാഹു അൻഹു അതാ തന്റെ വലത് കൈ ഒന്ന് അല്പമൊന്ന് ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കൈ പ്രകാശിക്കുകയാണ്. ഇമ്രാൻ റളിയല്ലാഹുവിന്റെ കൈ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങി. കൂടെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ പ്രകാശം നിങ്ങളുടെ കൈക്ക് കിട്ടിയത്? ഇമ്രാൻ റളിയല്ലാഹു തആല പറയുകയാണ്, മാ മസിസ്തു ബിയമീനി ദക്കരി منذ أني بايعت النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈഅത്ത് ചെയ്തതിനു ശേഷം നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയിലേക്ക് എൻ്റെ ഈ വലത് കൈ ചേർത്ത് വെച്ചതിനു ശേഷം മാ മസിസ്തു ബിയമീനി ദക്കരി, എന്റെ ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. ഇജലാലൻ തഅദീമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇജലാലൻ വതഅദീമ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാന ആദരവുകൾ വെച്ചുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് നബി തങ്ങളുടെ കൈ പിടിച്ചതിന് ശേഷം എന്റെ ഈ വലത്തെ കൈ കൊണ്ട് ഒരിക്കലും ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. അത് കാരണമായി ആവശ്യാനുസരണം ഇരുളുകൾ വീഴുമ്പോ എന്റെ ഈ കൈ പ്രകാശിക്കാറുണ്ട് എന്ന് മഹാനാകുന്ന ഇമ്രാൻ റളിയല്ലാഹു അൻഹു. ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ വ്യക്തിയാണ് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു സാധാരണ മനുഷ്യനല്ല. സാധാ മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രകാശം ഉണ്ടാകുക? മൂപ്പർക്ക് പ്രകാശിക്കല്ല, മറ്റുള്ളവരെ പ്രകാശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പിടിച്ച ഇമ്രാൻ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, കൂരിരുട്ടിന്റെ സമയത്ത് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മുത്തഅല്ലിമീങ്ങൾ ഇങ്ങനെ വരും, എല്ലാവരും ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ആമീൻ പറയൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തോലെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരല്പം കൂടി കസേരയായിട്ടൊന്ന് മുന്നോട്ടിരുന്ന് എല്ലാവരും. മഴ പെയ്യുന്നുള്ളതുകൊണ്ട് അടുത്തിരുന്നു. കസേരയായിട്ട് പോരെ, കസേരയും കൂടി എടുത്തോളി, കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട്. മതി. ആ ബാക്കിലിരിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ടിരുന്നോ, ഒന്ന് ഫ്രണ്ടോട്ടിരുന്നോ. നാളെ മുതൽ സംസ്ഥാനത്ത് നല്ല കനത്ത മഴ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ അറിയിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ നേരെ തിരിച്ചും വരാം. അവർ പറഞ്ഞതുകൊണ്ട് അല്ലാഹു പ്രയാസകരമല്ലാത്ത നിലയ്ക്ക് ഖൈറായ മഴ നമുക്ക് അല്ലാഹു വർഷിച്ചു നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പർശിച്ചത് പ്രവാചകർ തൊട്ടതൊക്കെ ബറക്കത്താണ്. കാരണം നബി തന്നെ ഫുള്ളായി പ്രകാശമാണല്ലോ. സ്വഹാബത്ത് പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലമ്മാ ഖദിമ അലൈനാ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളിലേക്ക് രാത്രിയിൽ കടന്നു വന്നപ്പോ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രകാശം പൊഴിക്കുന്ന മുഖമാണ്. 14 ഉദിച്ചു നിൽക്കുന്നതായ ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രനെ ഞങ്ങൾ നോക്കുമ്പോ ആ ചന്ദ്രന്റെ പ്രഭയേക്കാൾ പ്രഭയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലുള്ളത്, ആ മുഖകമലത്തിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തിയതായ സംഗതിയല്ലേ. ഞാൻ എന്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് താഴേക്ക് വീഴുകയാണ്. അല്ലാഹ് فإذا دخل علي رسول الله അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നടിച്ചു വീശുന്ന പ്രഭയുടെ കിരണങ്ങൾ കാരണമായി നിലത്ത് വീണ് കിടക്കുന്ന ചെറിയ സൂചി എനിക്ക് കാണാൻ സാധിച്ചു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പഠിച്ചു വെക്കേണ്ട പാഠാണ്. എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും പ്രകാശം. അതുകൊണ്ടാണ് കാണാതെ പോയ സൂചി കിട്ടിയത്. നമ്മൾ നോക്കിങ്ങനെ നമ്മുടെ വീട്ടുകാർ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ സൂചി നിലത്ത് വീണു. ആകെ വെളിച്ചമുള്ള ഭാഗമാണ് ഡോർ. അവരിങ്ങനെ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഡോറിന്റെ അടുത്തോട്ട് നമ്മൾ വന്ന് നിന്ന എന്താ പെണ്ണുങ്ങൾ പറയാ, മാറി നിൽക്കാൻ പറയും. കാരണം എന്താ, ഇതും തപ്പി എടുത്തോട്ടെ എന്ന് പറയും. മൊത്തത്തിൽ ഇരുട്ടായി, ഡാർക്കായി. ഒന്നാമത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെളിച്ചം വരുന്ന വാതിലിലേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നത്, ഭർത്താവ്. അപ്പൊ എന്താ പറയാ, ഓടിച്ചില്ലേ. ഇത് നേരെ തിരിച്ചാ. നബി അങ്ങോട്ട് വന്നപ്പോ ആ ഇരുട്ടത്തത് ഞാൻ കണ്ടു, വൃത്തിയായി നിലത്ത് വീണ സൂചി കണ്ടു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അപ്പൊ ആ നബി ആരാണ് മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. സാദാ സീത വ്യക്തിയല്ല. ചരിത്രം ഒരുപാടുണ്ട് പറയാൻ. ഒരുപാട് ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ഒരു വലിയ ചരിത്രം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഖിസ്സത്തുൽ മുസ്തഹ്സി ഹദല്ലാഹ്. സാധാരണ പരിശുദ്ധമായ ഇസ്ലാമിനെതിരിൽ ആരെങ്കിലും പരിഹാസ രൂപേണ കടന്നു വന്നാൽ അവൻ അല്ലാഹു പാഠം പഠിപ്പിക്കും. അങ്ങനെയാണല്ലോ എല്ലാ ചരിത്രവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസരണം ഏറ്റെടുത്ത് തന്റെ കുടുംബാദികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളുമ്പോൾ നബി തങ്ങൾക്ക് എതിരിൽ നിലകൊണ്ടതായ വ്യക്തിയാണ് അബൂലഹബ്. ആ അബൂലഹബ് പറഞ്ഞത് തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാകട്ടെ. അപ്പോൾ അല്ലാഹു ആയത്തിറക്കി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമുക്കറിയാം. നബി തങ്ങളെ പരിഹസിച്ചവരെ പരിഹസിക്കുവാൻ ഖുർആൻ ധാരാളം പ്രാവശ്യം ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ പരിഹസിച്ചവരെ, ദീനിനെ പരിഹസിച്ചവരെ ഒക്കെ അള്ളാഹു നശിപ്പിക്കാനുണ്ടായിട്ടുള്ളത്. എന്നാൽ ഒരാൾ ഒഴിച്ച് ഇസ്ലാമിന്റെ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും, അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. മക്കയിലെ മുഅദ്ദിനായി ദീർഘകാല സേവനമനുഷ്ഠിക്കാൻ അല്ലാഹു അവസരം നൽകിയ മഹാനുഭാവനാണ് ആര്? അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 16 വയസ്സുള്ള സമയം, മുസ്ലിമാണ്. 16 വയസ്സുള്ളതാകുന്ന അബൂ മഹ്ദൂറ എന്ന് പറയുന്ന വ്യക്തി ഹുനൈൻ യുദ്ധം നടക്കുന്നതായ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിൽ ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തിനാ പോകുന്നത്? ആ യുദ്ധത്തിൽ നിന്ന് അവസാനം ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ തുരത്തി ഓടിച്ചിട്ട് സ്വത്ത് കിട്ടിയാൽ ആ സ്വത്ത് വീതിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാ ചെല്ലുന്നത്. ചെന്നപ്പോൾ അവിടെ മുസ്ലിമീങ്ങളാ വിജയിച്ചത്, നബിയും സ്വഹാബത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹിജ്റയുടേതാകുന്ന 6-ാം വർഷം പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കത്തുൽ മുക്കറമയിലേക്ക് വരുന്ന വഴിക്ക് ജഅറാന എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തി. ദുൽഖഅദ മാസം 18 ആണെന്ന്
ഹിജ്റയുടെ 8-ാം വർഷം ദുൽഖഅദ 18 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടേക്ക് വന്നു. ഒരു ബുധനാഴ്ച ദിവസമാണ്. പരിശുദ്ധമാകുന്ന ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. അവിടെ വെച്ച് ധാരാളം സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ജയറാനിൽ പോയാൽ വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന സഹാബത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഭാഗത്ത് വടികൊണ്ട് നിലത്തടിക്കുകയും അവിടെ വലിയൊരു കിണർ പോലെ വെള്ളം പ്രവഹിക്കുകയും ചെയ്ത സംഭവം ഇന്നും ആ കിണർ മൂടിയിട്ടുണ്ട്. എങ്കിലും ആ ഭാഗമാണ് പള്ളിയുടേതാകുന്ന ബാക്ക് വശത്തായിട്ട് അത് കാണാൻ പറ്റും. അന്ന അഫ്ളൽ ജിഹാദിൽ ഉംറതി അയ്യുഹരിമ ബിൽ ജഅറാന. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഉംറ എന്നറിയപ്പെടുന്നത് ജഅറാന എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോയി ഉംറയ്ക്ക് നിർവഹിക്കലാണ്. ആ സ്ഥലത്തിന് വലിയ പ്രത്യേകതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1100 വരുന്ന സ്വഹാബത്തും വന്നുകൊണ്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തതാകുന്ന സ്ഥലം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ നിന്ന് ആരെങ്കിലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ഒരു ഉംറയുടെ പ്രതിഫലമല്ല, ഒരു ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്ന്? ജഅറാന എന്ന് പറയുന്ന മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയിട്ടുള്ളതാകുന്ന പ്രവിശ്യയാണ് ജഅറാന. ആ സ്ഥലത്ത് പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകും. അവിടെ പോയി ഒരു ഉംറ നിർവഹിച്ചാൽ പിന്നെ അടുത്ത ഉംറയ്ക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ആയിഷ പള്ളിയിൽ പോകും, അല്ലെങ്കിൽ ജഅറാനയിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. സാധാരണ എല്ലാ ഉംറയുടെ ബാച്ചുകളിലും അവിടെ പോകാറുണ്ട്. ശ്രേഷ്ഠമാക്കപ്പെട്ട ഉംറയാണ് ബഡാ ഉംറ എന്നാണ് അറിയപ്പെടുന്നത്. ബഡാ ഉംറ, വലിയ ഉംറ. വലിയ ഉംറ എന്ന് പറയാൻ കാരണം എന്താ? ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ചു. അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. ജഅറാൻ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ സ്ഥാനപ്പേരാണ്. യഥാർത്ഥത്തിൽ ആ പെണ്ണിന്റെ പേര് റൈത്ത എന്നായിരുന്നു. റൈത്ത. ആ സ്ഥലത്തിന്റെ പേരറിയപ്പെടുന്നത് ആ പെണ്ണിന്റെ പേരിലാണ്, സ്ഥാനപ്പേരിലാണ്. ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ആ പെണ്ണിനെ പറ്റി പറയുന്നുണ്ട്, വലാ തകൂനു കല്ലത്തി നഖലത അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ. മക്കയുടെ പരിസരത്തുള്ളതാകുന്ന ജഅറാന എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ളതാകുന്ന റൈത്ത എന്ന് പറയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. വലാ തകൂനു കല്ലത്തി നഖലത അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ. രാവിലെ മുതലിരുന്ന് നൂല് നൂറ്റ് വൈകുന്നേരം വരെ നൂല് നൂറ്റ് അവസാനം ആ നൂറ്റ് വെച്ചത് മുഴുവനും പൊട്ടിച്ചു കളയുന്ന സ്വഭാവമാണ് പെണ്ണ്. വൈകുന്നേരം ആകുമ്പോൾ അതെല്ലാം പൊട്ടിച്ചു കളയും, അഴിച്ചഴിച്ച്. പിന്നെയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നൂല് ഇങ്ങനെ നോക്ക്, ഓരോ വസ്ത്രം നെയ്യ ഓരോ നൂറ്റിരിക്കും. അവസാനം ലാസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം വരെ ആ കെട്ടിവെച്ചതാകുന്ന നൂല് വൈകിട്ടാവുമ്പോൾ പൊട്ടിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത പ്രവണത, അല്പം സുഖമില്ലാത്ത പെണ്ണാണ് ആ പെണ്ണ്. ആ പെണ്ണിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്ത് ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇതൊക്കെ നിരർത്ഥകമാക്കരുത്. അതൊക്കെ കാര്യഗൗരവമായി ചെയ്യണം. അത് പൊളിച്ചു കളയരുത് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഈ പെണ്ണിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന് ഇമാമികൾ മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ പെണ്ണിന്റെ സ്ഥാനപ്പേരാണ് ജഅറാന എന്ന് പറയുന്ന സ്ഥലം. ഏതുമായിക്കോട്ടെ, ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകരും സഹാബത്തും വരികയാണ്. ഇവിടുന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി. ഹിജ്റയുടെ 8-ാം വർഷമാണ്. ദുൽഖഅദ മാസം 18 ആണ്. ഒരു ബുധനാഴ്ച ദിവസമാണ്. അങ്ങനെ നബിയും സഹാബത്തും അവിടെ വന്നു. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങളുമായിട്ട് നിലകൊള്ളുമ്പോഴാണ് നിസ്കാരത്തിന്റെ സമയമായി ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒരു സഹാബിയോട് പറഞ്ഞു. ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് കൊടുക്കപ്പെടും. ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞതാകുന്ന മുശ്രിക്കീങ്ങളിൽപ്പെട്ട മക്കയിൽ നിന്ന് ഇവിടേക്ക് എന്തെങ്കിലും കിട്ടും, സ്വത്ത് കിട്ടുമെന്ന് കണക്കാക്കി, യുദ്ധാനന്തരം മുതൽ കിട്ടുമെന്ന് കണക്കാക്കി വന്നതാണ് അബൂ മഹദൂറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. 16 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനും കുട്ടികളും ഒരുമിച്ച് നിന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിനോടൊപ്പം തന്നെ കൂവാൻ തുടങ്ങി. അദ്ദേഹം തന്നെ പറയാണ്, ഞങ്ങളെ കൂടെ കൂവാൻ തുടങ്ങി, ഒച്ചത്തിൽ കൂവാൻ തുടങ്ങി. ഇതിനോടൊപ്പിച്ച് ബാങ്ക് വിളിക്കുന്നതിനോട് എതിരായിട്ട്. അപ്പൊ ഈ കൂവുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ആ കൂട്ടത്തിൽ നല്ല ശബ്ദമുള്ള ഒരാളുണ്ടല്ലോ, ആരാണ്? അവരെ വിളിച്ചോണ്ടരാൻ പറഞ്ഞ ചെറുപ്പക്കാർ. അപ്പൊ സ്വഹാബത്ത് എന്നിട്ട് അവരെ പിടിച്ചു നേരെ കൊണ്ടുവന്ന് നബിയുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് നിർത്താൻ. അപ്പൊ മുശ്രിക്കീങ്ങളാണ്, അവിശ്വാസികളാണ്. ഇവരെ ഓരോരുത്തരെ കൊണ്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. അല്ലാഹു അക്ബർ.
അപ്പൊ ഭയങ്കര വെറുപ്പാണ്, എല്ലാവർക്കും വെറുപ്പും വിദ്വേഷം. അങ്ങനെ രണ്ട് വാക്ക് ഓരോരുത്തരെ കൊണ്ട് വിളിപ്പിച്ചു, മാറി മാറി മാറി. അവരോട് തന്നെ ചോദിച്ചു, ഏറ്റവും നല്ലതുപോലെ ശബ്ദത്തിൽ വിളിച്ചതാരാ? അപ്പൊ അബൂ മഹ്ദൂറ എന്ന് പറയുന്നതാകുന്ന ഈ വ്യക്തിയെ അദ്ദേഹത്തെ ചൂണ്ടി. അദ്ദേഹം തന്നെ പറയുന്നു, എന്നെയാണ് എല്ലാവരും ചൂണ്ടിയത്, കാരണം ശരിക്കും കൂവിയതും ഒച്ചയിട്ടത് ഞാൻ തന്നെയാണ്. നല്ല സ്വരമാധുര്യമുള്ള വ്യക്തിയാണ് അബൂ മഹ്ദൂറ. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മാറ്റി നിർത്തി, ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, എല്ലാവരും ഒഴിവാക്കി. അപ്പൊ എല്ലാവരും ബാക്കിയുള്ളവർ മനസ്സിലാക്കി, കൂട്ടുകാരൊക്കെ മനസ്സിലാക്കി അബൂ മഹ്ദൂറയുടെ കാര്യം പണി കിട്ടി. നബി തങ്ങൾ എന്തായാലും അവനെ തട്ടും, ഉറപ്പാണ്, എന്തായാലും കൊല്ലും, ഉറപ്പാണ്. അബൂ മഹ്ദൂറയെ മാറ്റി നിർത്തി, കാരണം ഇനി എന്തായാലും ഇദ്ദേഹത്തെ കൊല ചെയ്യപ്പെടും. ആകെ പേടിച്ച് എല്ലാവരും മാറി നിൽക്കാൻ. പക്ഷെ അബൂ മഹ്ദൂറയെ അടുത്ത് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയിൽ, അദ്ദേഹത്തിന്റെ ചെറിയ തലയെക്കെട്ട്, ആ തലയെക്കെട്ട് അഴിച്ചു മാറ്റി. അന്ന് അക്കാലഘട്ടത്തിൽ അറബികൾ, മുസ്ലിമീങ്ങളും ഒക്കെ എല്ലാവരും ചെറിയ തലയെക്കെട്ട് കെട്ടുന്നവരാണ്, പ്രൗഢി കാണിക്കാൻ വേണ്ടി. അപ്പൊ ആ തലയെക്കെട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ തലയിൽ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ മുടിയിൽ മുൻഭാഗത്തിന് വിധങ്ങൾ അങ്ങനെ 2 പ്രാവശ്യം തടവി. തലയിൽ തടവുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തും ഇങ്ങനെ തടവി 2 പ്രാവശ്യം. അദ്ദേഹത്തിന്റെ നെഞ്ചിലും തടവി. അദ്ദേഹം പറയുന്നു, എന്റെ പൊക്കിളിന്റെ ഭാഗം വരെ നബി ഇങ്ങനെ 2 പ്രാവശ്യം തടവി. മുഖത്ത്, തലയിലും നെഞ്ചിലും ആകെ ഇങ്ങനെ തടങ്ങി. ഇതങ്ങോട്ട് തടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വെറുപ്പും നബിതങ്ങളോടുള്ള വിദ്വേഷവും മാറി. ബഹുമാനപ്പെട്ടതായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിൽ അപ്പോഴുണ്ടായ ആത്മീയ പ്രസരണം ചില്ലയല്ല. ഞാൻ പ്രവാചകരുടെ കൈക്കോട് പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരുകയാണ്. ജഹറാന എന്ന് പറയുന്ന മക്കയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ബാങ്കിന്റെ ഓരോ വചനങ്ങൾ ചൊല്ലിത്തരുകയാണ്. ഖുൽ പറയണേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന വചനം അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ചൊല്ലിത്തരുകയാണ്. ആ ബാങ്കിന്റെ ഓരോ ഈരടികളും പ്രവാചകൻ എനിക്ക് ചൊല്ലിത്തന്നു. അത് മുഴുവനും ഞാൻ മനോഹരമായി ഏറ്റു ചെല്ലുകയാണ്. ബാങ്ക് പരിപൂർണമായി പൂർത്തീകരിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ മക്കത്തുള്ള ബാങ്ക് വിളിക്കാൻ, വിശുദ്ധമായ ഹറമിലെ ബാങ്ക് വിളിക്കാൻ എനിക്ക് അവസരം നൽകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും ജീവിതത്തിൽ എപ്പോഴും അപഹാസ്യരൂപേണ പറഞ്ഞുകൊണ്ട് നടന്നതായ മനുഷ്യനാണ്, കളിയാക്കിക്കൊണ്ട് നടന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയാണ്. ഇമാമികൾ പറയുന്ന ലോക ചരിത്രത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് നടന്ന മനുഷ്യൻ, അല്ലാഹുവിന്റെ ദീനിൽ ഹിദായത്ത് കിട്ടിയ വ്യക്തി അബൂ മഹ്ദൂറയാണ്. അബൂ മഹ്ദൂറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ബാങ്കിന് എതിരിൽ ഓരിയിട്ടതാകുന്ന മനുഷ്യനാണ്, കൂകി വിളിച്ച മനുഷ്യനാണ്. അവസാനം ആ ബാങ്കിന്റെ കലിമ ഉച്ചരിക്കാൻ അവസരം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് ആ മനുഷ്യന്റെ കൈക്ക് പിടിച്ചത്. പ്രവാചകന്റെ പ്രോചന പ്രഭയുള്ള കരമങ്ങോട് സ്പർശനം വന്നപ്പോ, അതൊന്ന് തലയിലങ്ങോട് തലോടിയപ്പോ, ആ കൈ കൊണ്ട് ഹൃദയത്തിലൊന്ന് സ്പർശിച്ചപ്പോ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത മാറ്റം വരുകയാണ്. ആ ചെറുപ്പക്കാരന് അല്ലാഹു ദീനിന്റെ കാവൽ പടനാക്കി മാറ്റുകയാണ്. അബൂ മഹ്ദൂറയോട് റസൂലുള്ളാഹി പറയുന്നു, നീ മക്കയിൽ ചെന്നിട്ട് ഉബാദയോട് പറയണേ, ഉബാദയാണ് ഗവർണർ ഇപ്പോൾ മക്കയിലെ, അവരോട് പറയണേ, ഞാൻ ഇതാ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ ബാങ്ക് വിളിക്കാൻ, നിന്നെ മക്കയിലെ മുഅദ്ദിനാക്കാൻ. അബൂ മഹ്ദൂറ മക്കത്തുൽ മുക്കറമയിലേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തെത്തുകയാണ്. ഉബാദ എന്ന് പറയുന്ന മക്കയിലെ അക്കാലഘട്ടത്തിലെ ഗവർണറുടെ കൈവശം റസൂലുള്ളാഹി കൊടുത്തുവിട്ട കത്ത് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ കഅബയുടെ പരിസരത്ത് കയറി നിന്നുകൊണ്ട് ബാങ്ക് മുഴക്കുകയാണ്. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു 16
6-ാമത്തെ വയസ്സിൽ ഹിജറയുടെ 8-ാം വർഷം മുതൽ ഹിജറയുടെ 59 വർഷം വരെ അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ മക്കയിൽ ബാങ്ക് മുഴക്കിയത് അബൂ മഹ്ദൂറയാണ്. മദീനയിലെ ബാങ്ക് മുഴക്കിയ വ്യക്തി ബിലാൽ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ മക്കയിലെ ബാങ്കുകാരൻ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ആണ്. പാപ്പിനിശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത് എങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യനല്ല, റസൂലുള്ളാഹിയോട് വല്ലാത്ത മഹബ്ബത്ത് വെച്ചിട്ടുള്ള മുഅദ്ദിനാണ്. ഇന്നും മക്കയുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കണേ. മക്കയിലെ മുഅദ്ദിന്മാരെ മുഴുവനും ഈ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഹിജറയുടെ 59-ൽ വഫാത്തായ ബഹുമാനപ്പെട്ടവർക്ക് ശേഷം അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലൂടെയാണ് ഇന്നും മക്കയിൽ ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തലമുറകൾക്കാണ് അതിന്റെ അവകാശമുള്ളത്. നല്ല ശബ്ദമാധുര്യമുള്ളവരാ, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു വിട്ടവരാണ്. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മുടി സുബ്ഹാനല്ലാഹ് സ്ത്രീകളുടെ മുടി കടക്കുന്ന പോലെ നീണ്ട മുടിയാണ്, നീളമുള്ള മുടിയാണ്. അദ്ദേഹം ഒരു സദസ്സിലിരുന്നാൽ സ്വഹാബത്ത് പറയുകയാണ്, ആ മുടിയുടെ കെട്ടഴിച്ചു വിട്ടാൽ അത് നിലത്തേക്ക് പതിക്കുമായിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ടാണ് മുടി അദ്ദേഹം വിടുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന മുടി നെഞ്ചിന്റെ താഴെ വരെ വരുമായിരുന്നു. അത്രയേറെ നീളമുള്ള മുടി കണ്ടുകൊണ്ട് സ്വഹാബത്തിൽ പലരും ചോദിച്ചു, എന്തേ അബൂ മഹ്ദൂറ ഇതൊന്ന് വെട്ടിക്കൂടെ? അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി ലാ അഹ്ലിഖു ഹാദാ റഅസ, ഞാൻ ഒരിക്കലും ഈ തലമുടി വടിക്കില്ല. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ജറാനയിൽ വെച്ച് എന്റെ തലമുടിയിൽ 2 പ്രാവശ്യം തടവിയതാ. റസൂലുള്ളാഹി തടവുക മാത്രമല്ല, വദആ ബിൽ ബറക, കാരുണ്യത്തിന്റെ പ്രവാചകർ എനിക്ക് വേണ്ടി ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തു പോയി. ആ പ്രവാചകരെ തടവിയ മുടിയല്ലേ അതെന്റെ ശരീരത്തിൽ എപ്പോഴും ചേർന്നുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോയെന്ന് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പഠിച്ചു വെക്കുന്ന പാഠമാണ്. ഇത് സ്നേഹത്തിൻ്റെതാകുന്ന ഭാഷയാണ്. ഇതറിയേണ്ട മുസ്ലിമീങ്ങളാണ് നമ്മൾ. പാപ്പിനിശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ പഠിച്ചു വെക്കണേ. മക്കയിലെ മുഅദ്ദിനായ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു മരണം വരെയും അദ്ദേഹത്തിന്റെ മുടി വടിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ തടവിയ മുടിയാ, റസൂലുള്ളാഹി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തതാണ് എന്ന് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ കൈയുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈ സ്പർശിച്ചപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബികളുടെ കൈ വരെ പ്രകാശിക്കാൻ തുടങ്ങി. ആ കൈയിൽ പിടിച്ചതാകുന്ന സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു കൈക്ക് പിടിക്കാൻ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്കും റബദയിലേക്ക്, ഇറാഖിന്റെ റബദ എന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇന്നല്ല, അക്കാലഘട്ടത്തിൽ. ഇന്നിപ്പോ ഫ്ലൈറ്റിൽ പോകാം, ഇറാഖിൽ പോയി സിയാറത്ത് നമുക്ക് ചെയ്യാം. ബഹുമാനപ്പെട്ടവർ റബദയിലല്ല വഫാത്തായത്, നാട്ടിൽ തന്നെ വന്ന് മദീനയിലാണ് അടക്കം ചെയ്യപ്പെട്ടുള്ളത്. അല്ലാഹുവേ പൊരുത്തം നമുക്ക് നസീബാക്കട്ടെ. അവസാന അദ്ദേഹം നാട്ടിലേക്ക് വന്നു എന്നാണ് ചരിത്രം. മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് ഒരു മുടിയിൽ തലോടിയപ്പോ ആ മുടി മരണം വരെയും വടിക്കാതെ കാത്തു സംരക്ഷിച്ചു മഹാനാകുന്ന മക്കയിലെ മുഅദ്ദിൻ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണം. ഒരു സാധാ വ്യക്തിയാണെങ്കിൽ സ്വഹാബത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. ചിന്തിക്കണം, ഒരു സാധാ വ്യക്തിയല്ല. അവർക്കത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അവർ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ആ പ്രവാചകരുടെ തിരുസവിധത്തിലേക്ക് ചെല്ലുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുരാഗം വെക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നബി തങ്ങൾ എന്താണോ ഇഷ്ടം വെക്കുന്നത് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച സ്വഹാബി, നബി തങ്ങൾക്ക് എന്താണോ പ്രിയമുള്ളത് അതേപോലെ തന്നെ പ്രിയം വെക്കാൻ ഇഷ്ടമുള്ളതാകുന്ന സ്വഹാബികൾ. ഒരു തയ്യൽക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിക്കുകയാണ്.
ഒരു തയ്യൽക്കാരൻ നബി തങ്ങളെ സൽക്കരിച്ചു. ഒരു ഖയ്യാത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കൂടെ ഞാനും ഉണ്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. നോക്കുമ്പോ അതിൽ നല്ല ചുരങ്ങാന്നല്ലേ പറയാം, പച്ചക്കറിയിൽ ഒരു വിഭവം അല്ലെ, ചുരങ്ങാന്ന് പറയും. തെക്ക് ഭാഗത്ത് ചുരക്കാന്ന് പറയും, പല സ്ഥലത്തും പല പേരാ. ഈ ചുരങ്ങാന്ന് പറയുന്ന പച്ചക്കറി നീണ്ടിട്ടുള്ള, മനസ്സിലായില്ലേ? ആ പച്ചക്കറി മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പറക്കി കഴിക്കുകയാണ്. അത് കൂടുതലായി കഴിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ മരണം വരെയും അത് വല്ലാതെ ഇഷ്ടം വെച്ചിരുന്നു. എപ്പോൾ പച്ചക്കറി വാങ്ങിയാലും എപ്പോൾ ഭക്ഷണം കഴിച്ചാലും എല്ലാ ഭക്ഷണത്തിനും അല്പം ഞാൻ ചുരങ്ങ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? ഖദിംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാതിൻ, 10 കൊല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം പറയുന്നു, നബി തങ്ങളുടെ ഈ സുന്നത്ത് നബിക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് കണ്ടപ്പോ ഞാൻ പിന്നെ എപ്പോഴും പച്ചക്കറിയിലുള്ള ഈ വിഭവം ഉൾപ്പെടുത്തും. നമ്മളും ഇഷ്ടപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പ് ഇത് ഒരു സ്ഥലത്ത്, അഴീക്കോട് ഒരു സ്ഥലത്ത് വാല് പറഞ്ഞിട്ട് പോയി. 2 മാസം കഴിഞ്ഞപ്പോ അവിടുത്തെ ഖതീബ് ഉസ്താദ് വിളിച്ചു, അത് അട്ടിപ്പാത്രത്തിൽ മുഴുവൻ ചൊരക്കാന്ന്. ഇപ്പൊ എല്ലാ ദിവസവും ഇത് ഇറച്ചി അതൊക്കെ പോയി. കാരണം നബിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഉസ്താദ്മാർക്കും കൊടുക്കാന്ന് കരുതിയിട്ട് എല്ലാ പാത്രവും മൂപ്പര് ഏറ്റവും മുകളിലത്തെ തൊട്ട് കൊടുന്നപ്പോ അതിനകത്ത് ചൊരക്ക. രണ്ടാമത്തെ നോക്കുമ്പോ ചൊരക്ക കൊണ്ടുള്ള അച്ചാർ, അടുത്ത് നോക്കുമ്പോ അതിനകത്ത് ചൊരക്ക കൊണ്ടുള്ള തോരൻ, മൊത്തത്തിൽ ചൊരങ്ങ കൊണ്ടുള്ള കളിയാണ്. അപ്പൊ അങ്ങനെ വേണ്ട, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഏതായിരുന്നാലും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോ ഈ സാധനം കൂടി വാങ്ങിച്ചോ. നബിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ആഹാരം. ഇറച്ചിക്കകത്ത് ആ കറി നമ്മൾ സാധാരണ കിഴങ്ങിടുകയാണ്. ഈ കിഴങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ചൊരങ്ങ ഇട്ടാൽ കറി നല്ല കൊഴുപ്പുണ്ടാവും, നല്ല ടേസ്റ്റോ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കണ്ണൂരുകാർക്ക് ഇവരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നല്ല സുഭിക്ഷമായ ഭക്ഷണം വെക്കുന്നവരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വിഭവം എന്തായാലും നാളെ മുതൽ തുടങ്ങി. ചൊരങ്ങ കേട്ടാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് എന്തൊക്കെ പറ്റും അതൊക്കെ എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തിക്കോട്ടെ. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അത് സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നു റളിയല്ലാഹു അൻഹു. അതാണ് നബി എന്ത് ചെയ്തോ അതേപോലെ ചെയ്യാൻ സ്വഹാബത്തിന്റെ ഒരു ശൈലിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനാകുന്ന മുത്തബിഉസ് സുന്ന എന്ന പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വ്യക്തി, നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ പരിപൂർണമായി മുറുകെ പിടിക്കുന്ന വ്യക്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ്, അബ്ദുള്ളയാണ് എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കാരണം നബിയുടെ എല്ലാ തിരുസുന്നത്തുകളും നബി എങ്ങനെ നടന്നോ അതേപോലെ നടക്കും. നബി എവിടേക്ക് ഇരുന്നോ അവിടേക്ക് ഇരിക്കാൻ പരിശ്രമിക്കും. നബി എങ്ങനെ യാത്ര ചെയ്തോ അതേപോലെ യാത്ര ചെയ്യും. ഇതാ ഒരു സംഭവം പറയാം. മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. നബി തങ്ങളുടെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തപ്പോ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. നേരെയുള്ള യാത്രയാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. ബഹുമാനപ്പെട്ടവർ ഒട്ടകത്തെ റൗണ്ട് ചെയ്യുകയാണ്. നേരെയുള്ളതാകുന്ന വഴിയാണ്. ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്ത് എത്തിയപ്പോ അദ്ദേഹം ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ള കൂട്ടുകാര് ചോദിച്ചു, യബ്ന ഉമറ ലിമ ദവ്വറതനാഖതക, എന്തിനാണ് ഇബ്നു ഉമറേ നിങ്ങൾ ഇവിടെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിക്കുന്നത്? ഇവിടെ ഒരു റൗണ്ട് ബോർഡില്ലല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ നേരെയുള്ള വഴിയിൽ റൗണ്ട് അടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, സഫറതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യാത്ര ചെയ്യാൻ അല്ലാഹു അവസരം നൽകിയ പാപിയാണ് ഞാൻ. ഫലമ്മാ ദനാ ഹാദൽ മകാൻ,
അല്ലാഹുവിന്റെ റസൂല് ഈ വഴിയിലൂടെ ഞാൻ ഈ വന്നതായ ഈ സ്ഥലത്ത് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ഒട്ടകം ഇങ്ങനെ റൗണ്ട് ചെയ്യിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയതാണ്. നബി തങ്ങൾ എന്തിനാണ് റൗണ്ട് ചെയ്യിച്ചത്? എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യവുമില്ല. അല്ലാഹുവിന്റെ റസൂല് ചെയ്തില്ലേ? ഫലിദാലിക ദവറതു നാഖതി. ആ ഒരൊറ്റ കാരണത്താലാണ് അല്ലാഹുവിന്റെ റസൂല് ചെയ്തതുപോലെ ഞാൻ എന്റെ ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നബി എന്തിനാണ് ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിച്ചത്? എനിക്കറിയില്ല. പക്ഷെ നബി ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. നേരെയുള്ള വഴിയാണ്, കാര്യം ശരിയാ. ഒട്ടകത്തെ ഇവിടെ റൗണ്ട് ചെയ്യിക്കേണ്ട ഒന്നുമില്ല, ഒരു ബോർഡോ ഒന്നുമില്ല, ഒരു റൗണ്ട് ബോർഡോ ഒന്നുമില്ല. പക്ഷെ നബി ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ഒട്ടകത്തെ ഒന്ന് ചുറ്റിക്കുന്നത് ഞാൻ കണ്ടു. ആ ഒറ്റ കാരണത്താലാണ് ഇതേ സ്പോട്ടിൽ എത്തുമ്പോ ഞാനും അങ്ങനെ ചെയ്യുന്നത്. ഇബ്നു ഉമർ അതാണ് മുത്തബി സുന്നah. നബി എന്ത് ചെയ്തു അതേപോലെ ചെയ്യാം. ഒരിക്കൽ ആരോ വിളിച്ചു പറഞ്ഞതേ അബ്ദുല്ലാ കഅബയെ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ളിൽ നിസ്കരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. കഅബയുടെ വാതിൽ അടക്കാൻ തുനിയുമ്പോ ഓടി ചെല്ലുകയാണ്, അകത്ത് കയറുകയാണ്. ചോദിച്ചു കൂട്ടുകാരോട്, എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചത്? കാണിച്ചു കൊടുക്കുന്നു, ആ രണ്ട് തൂണുകൾക്കിടയിലാണ്. പരിശുദ്ധമായ കഅബയ്ക്കുള്ളിൽ നബി തങ്ങൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് എങ്ങനെയാണോ നിസ്കരിച്ചത്, എത്ര റക്അത്താണോ നിസ്കരിച്ചത്, അതേപോലെ നിസ്കരിച്ച് സലാം ഇട്ടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നബി തങ്ങളോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാണ്, അനുരാഗമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എത്രയോ പറയാനുണ്ട്. കേൾക്കണേ, പഠിക്കണേ ഉമ്മമാരെ, പഠിക്കണേ ചെറുപ്പക്കാരെ. ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കാൻ ബന്ധപ്പെട്ടത് ആ പ്രവാചകരല്ലേ. മരം ചുറ്റി പ്രേമവുമായി കോളേജിന്റെ വരാന്തകളിൽ കറങ്ങി നടക്കുന്ന യുവമിദിനങ്ങളെ ആരെ നീ സ്നേഹിക്കേണ്ടത് അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ചുടിചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ഒരേ ഒരു നേതാവ്, അത് പരിശുദ്ധ ഹുബ്ബേ ഖളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്നതായ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അറിയുമോ ആ സഹാബത്തിന് ആളുകൾ ഇഷ്ടം വെച്ചത് എങ്ങനെയെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീന വിട്ട് യാത്ര പോകാൻ തയ്യാറല്ല. എന്തേ നിങ്ങൾ മദീന വിട്ട് യാത്ര പോകാത്തത്? റസൂലുള്ളാഹി വഫാത്തായിട്ട് പോലും എന്തേ നിങ്ങൾ പോകാത്തത്? പല സഹാബത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയല്ലോ, എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, സ്നേഹത്തിന്റെ ഭാഷ ലോകരെ പഠിപ്പിക്കുകയാണ്. എനിക്ക് പോകാൻ സാധിക്കില്ല. കാരണം റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താണ്. കാരണം എന്റെ ഈ വീട്ടിൽ, അതാ ഈ വീടിൻ്റെതാകുന്ന പടിയിൽ ഒരു മനോഹരമാകുന്ന വൃക്ഷമുണ്ട്, ഒരു ചെറിയതാകുന്ന ഈന്തപ്പനത്തിന്റെ വൃക്ഷമുണ്ട്. അതിന്റെ തണലിൽ എന്റെ വാപ്പയെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ വന്ന് അല്പനേരം തണൽ കൊണ്ട വൃക്ഷമാണ്. അതിന്റെ താഴെ ചുവട്ടിൽ നബി തങ്ങൾ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മരം ഉണങ്ങാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ പ്രയാസമാണ്. ഇതിന് വെള്ളമൊഴിക്കൽ എന്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ വെള്ളമൊഴിച്ചുകൊണ്ട് ഇതിന്റെ പരിസരത്ത് തന്നെ നിലകൊള്ളുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെതാകുന്ന ഏതോ ഒരു ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാൻ വേണ്ടി രോഗിയായി കിടക്കുന്ന ഉമറിനെ കാണാൻ വീട്ടിൽ വന്ന സമയത്ത് വീടിന്റെ ഉമ്മറത്തുള്ള ഈന്തപ്പന
ഈന്തപ്പനയുടെ ചാരത്ത് വന്ന് അല്പനേരം വിശ്രമിച്ചതിന്റെ പേരിൽ ആ മരത്തെ പ്രണയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആളുകൾ എന്നെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞാലും, ആളുകൾ എന്നെ കുറിച്ച് മജ്നൂൻ എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഒരു സാധാ മനുഷ്യനല്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിനാൽ മുൻപല്ല് പൊട്ടിപ്പെട്ടതാകുന്ന പ്രവാചകരുടെ മുഖത്ത് നിന്നതാ രക്തം ധാരധാരയായി ഒഴുകുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയെ വലയം ചെയ്ത് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകരുടെ ശരീരത്തിലൂടെ രക്തമിതാ പുറത്തേക്ക് ഒഴുകുകയാണ്. മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു ആ രക്തമിതാ വടിച്ചെടുത്ത നാക്കുകൊണ്ട് വടിച്ചു കുടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മാലിക് ഇബ്നു സിനാനിനോട് പറയുകയാണ്, സിനാനേ തുപ്പിക്കളയോ സിനാനേ. കേൾക്കുന്നില്ല മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. സഹോദരാ സഹോദരി, രക്തം നജസാണ്, കുടിക്കാൻ പാടില്ല. അത് ശരീരത്തിലേക്ക് പുരളാൻ തന്നെ പാടില്ല. നജസാണെന്ന് പഠിപ്പിച്ചപ്പെട്ടതായ ശറഅാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തം ഒരു സാധാരണ മനുഷ്യന്റെ രക്തമല്ല. ഇത് മനസ്സിലാക്കിയ സ്വഹാബിയാണ്, ഇത് മനസ്സിലാക്കിയ മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു ആ രക്തമിതാ പരിപൂർണമായി നക്കി കുടിക്കുകയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, മൻ സറഹു, ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ സ്വർഗാവകാശിയായ ഒരു മനുഷ്യരെ കാണാൻ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ ഫല്ലൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ. എന്നെ രക്തം കുടിച്ച് നിലകൊള്ളുന്ന ഈ മാലിക്കിനെ നിങ്ങൾ നോക്കണേ. ഈ മാലിക്കിനെ കണ്ടാൽ മതി, സ്വർഗാവകാശിയായ മനുഷ്യനാണിത്. കാരണം എന്റെ രക്തം ഊട്ടപ്പെട്ടതായ ശരീരം നരകം സ്പർശിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കരം സ്പർശിച്ചവർക്ക് പോലും നരകം നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി. നരകം സ്പർശിക്കാതിരിക്കാൻ രക്തം കുടിക്കണമെന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് പിടിച്ചാൽ മതി. ആ പ്രവാചകന്റെ ചാരത്തിൽ വിശ്വാസിയായി ഒരല്പസമയം നിലകൊള്ളുന്ന സ്വഹാബിയായാൽ മതി. വേണ്ട, ആ സ്വഹാബികളെ കണ്ടാൽ മതി, അവരെ പിടിച്ചാൽ മതി. ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി. എന്നെ കണ്ട ഒരൊറ്റവരാളും എന്റെ കരം പിടിച്ചിട്ടുള്ള ഒരൊറ്റവരാളും നരകം സ്പർശിക്കില്ല കേട്ടോ. എന്നെ കണ്ടവരെ കണ്ടതായ ആളുകളുണ്ടോ? സ്വഹാബത്തിനെ കണ്ട താബീങ്ങളുണ്ടോ? അവരും നരകത്തിൽ കടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു സാധാ മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റും. ഒരു സാധാ മനുഷ്യനാണോ? ചിന്തിക്കുക നിങ്ങൾ. അല്ലാഹു മുത്തുനബിയുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സാധാ മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് മുലകുടി ബന്ധമുള്ളതാകുന്ന സഹോദരിയാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹാ. ക്ഷീണായ എല്ലാവർക്കും നിർത്താറായ 10 മിനിറ്റ് 11 മണിയാകുമ്പോൾ നിർത്താം. പുതപ്പ് റെഡിയാക്കി വെച്ചു. അല്ലാഹു നാഫിയായ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇത്രയും 300 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നുകൊണ്ട് എന്തെങ്കിലും പറയണ്ടേ? പ്രത്യേകിച്ച് നബിയെ കുറിച്ച് പറയാൻ കിട്ടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. കടക്കാണ്, ഇനിയും കടക്കാണ്. ചരിത്രങ്ങളും ഹദീസും. അല്ലാഹു നാഫിയായ ഇൽമ നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഴ പെയ്യുന്നതോട് കേൾക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേര് കേൾക്കുന്നുണ്ട്? ആ, ഉറക്കാത്ത ആളുകളെ മനസ്സിലായി. മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് ആര്? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നബിയുടെ ഖാദിമായി 10 വർഷം നബിയോടൊപ്പം സേവനം ചെയ്ത വ്യക്തി അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കിടക്കാറുണ്ട്. നബി വന്ന് വിശ്രമിക്കും, പകലൊക്കെ ഇടയ്ക്ക് വന്ന് വിശ്രമിക്കും. അങ്ങനെ കൈലൂരത്തിന്റെ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് നബിക്ക് പ്രത്യേകം വിരിപ്പ് വിരിച്ചു കൊടുക്കും. മഹദിയാകുന്ന ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. നബി നല്ല വിയർപ്പുള്ള ആളാണ്, പ്രത്യേകിച്ച് മരുഭൂമിയാണല്ലോ, സ്വാഭാവികമായിട്ട് വിയർക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും വിയർക്കും, അപ്പൊ പിന്നെ മരുഭൂമിയിലെ കാര്യം പറയണ്ട. ഞങ്ങളിപ്പോ ഒരാഴ്ച മുമ്പ് ഉംറയിലായിരുന്നു. ഇന്നലെ പ്രസംഗം നടത്തി നമ്മുടെ ഞാനും ഒക്കെ അവിടെ വെച്ച് കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച നല്ല ചൂടുള്ള സമയമാണ് ഇപ്പൊ മക്കൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ സ്വർഗ്ഗമാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. മുസ്ലിം ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം നബി ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുൽ ബുഖാരിയിലൊക്കെ ഫഅരിഖ നബി തങ്ങൾ നല്ലതുപോലെ വിയർക്കും. വിയർക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പ് പോലെയല്ല, ദുർഗന്ധമല്ല. അതുകൊണ്ട് തന്നെ ആ വിയർപ്പ് ഇങ്ങനെ പഞ്ഞിയിലൊക്കെ മുക്കിയിട്ട് മഹദിയാകുന്ന ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ അതൊരു ഖാറൂറത്ത്, ഒരു ചെറിയ കുപ്പിയിലേക്ക് അതാക്കുക. ഇതിങ്ങനെ പിഴിഞ്ഞു അതല്ല, ആ തുണി ആ തോർത്തൊക്കെ പിഴിഞ്ഞിട്ട് കുപ്പിക്കാത്താക്കാൻ. എന്ത്? വിയർപ്പിന്റെ കണികൾ. രക്തത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്, രക്തം കുടിച്ചെന്ന് ഒരു സഹാബി മാലിക് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊരു സാധാ മനുഷ്യനല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാം മാറും. ബിദ്അത്തുകാർക്ക് ഇത് പറയുമ്പോൾ ആദ്യം തന്നെ അവർക്ക് അറപ്പും വെറുപ്പാണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും സുവ്യക്തമാണ്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ വിയർപ്പിന്റെ കണികൾ എടുത്തിട്ട് കുപ്പിയിലാക്കുക. നബി തങ്ങൾ ഉറക്കിൽ എഴുന്നേൽക്കുമ്പോൾ ഇത് കാണുക. നബി തങ്ങൾ ചോദിക്കുന്നു, മാ തസ്നഈന യാ ഉമ്മു സുലൈം. ഉമ്മു സുലൈം നീ എന്താ ഈ കാണിക്കുന്നത്, എന്തായി ചെയ്യുന്നത്? അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹദിവറുകൾ പറയുന്നു, ഹാദാ അറഖുക. നബിയെ ഇത് തങ്ങളുടെ വിയർപ്പാണ്. പച്ചയ്ക്ക് പറയാൻ ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല. നജഅലുഹു ഫീ തീബിനാ, ഞങ്ങൾ ഇത് ഞങ്ങളുടെ സുഗന്ധത്തിലേക്ക് ഇതും കൂടി അങ്ങോട്ട് ചേർക്കും. വഹുവ മിൻ അത്യബി തീബ്, ഏറ്റവും നല്ല ബെറ്റർ സുഗന്ധം. അപ്പോൾ ഇത് മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ അഹ്മദുൽ മർജ് വാങ്ങിച്ചുകൊണ്ട് നടക്കാം. അഹ്മദുൽ മഗ്രിബിൻ അല്ലേ, ഗൾഫാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാവും. മർജ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് ഇപ്പൊ എല്ലാവർക്കും വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന അതൊന്നും അല്ല. നബി തങ്ങളുടെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഹദീസ് അങ്ങനെ തന്നെ എടുത്തുദ്ധരിക്കുക. നബിയെ തങ്ങളുടെ ബറക്കത്ത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിയർപ്പില്ലതാകുന്ന കണികകൾ കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അസ്ബിതി, നീ അത് എത്തിക്കും കേട്ടോ, നീ പറഞ്ഞത് ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി പറയുമെന്നാ പറയണ്ടേ. എന്ന് നബി പറഞ്ഞില്ല. മനസ്സിലാക്കണം. ഞാൻ വെറുതെ ഹദീസ് ഉള്ളത് തന്നെയാണ് ഈ പറയുന്നത്. വെറുതെ എന്റെ കയ്യിൽ നിന്നിട്ട് അങ്ങനെ പൊക്കി പറയേണ്ട ഒരു കാര്യമില്ല. ഖുർആനും ഹദീസും വെച്ച് മാത്രമാണ് ഈ പറയുന്നത്. വിദേഹത്താര് പറയുന്നത് പോലെ പിന്നെ അത് വേണ്ട, ഒഴിവാക്കുന്നല്ല പറഞ്ഞത്. അസ്ബിത്തി, നീ പറഞ്ഞത് ശരിയാണ് എന്ന് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് അസുഖം വരുമ്പോ, കുട്ടികൾ പെരുന്നാളിലൊക്കെ പോകുമ്പോ ഇതങ്ങോട്ട് കൊടുക്കാം. ബിസ്മില്ലാ, ബറക്കത്ത്. നബി തങ്ങളുടെ വിയർപ്പ്, മാഷാ അല്ലാഹ്, അതാണ് അങ്ങോട്ട് തേച്ചു കൊടുക്കുന്നത്. പെരുന്നാളിന് പോകുമ്പോൾ ഏറ്റവും നല്ല സുഗന്ധം. പുറത്തൊക്കെ പോകുമ്പോൾ ഈ തേച്ചു കൊടുക്കുക. കസ്തൂരിയേക്കാൾ സുഗന്ധം. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ സാധാ സീത മനുഷ്യരിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് നമ്മൾ ദുർഗന്ധം എന്ന് പറയുന്നത്. നബി തങ്ങൾ ഒരു സാധാ മനുഷ്യനല്ല. അത് ഖുർആൻ തന്നെ വ്യക്തമാക്കിയല്ലോ. ഇന്നമാന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറഞ്ഞെന്താ, യുഹാ ഇലയ്യ, എടുത്തു പറഞ്ഞു നബി ഒരു സാധാ മനുഷ്യനല്ല, ദിവ്യബോധനം നൽകപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ്. സാധാ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയാൻ മനുഷ്യന്റെ എല്ലാം ഉണ്ട്. കയ്യും കാലും മൂക്കും കണ്ണും കാതും ഒക്കെ ഉണ്ട്, എല്ലാ അവയവങ്ങളും ഉണ്ട്. പക്ഷേ സാധാ മനുഷ്യനായിട്ട് നിങ്ങൾ കാണരുത്. ഇതൊരു ഉന്നതനായ വ്യക്തിത്വമാണ്. അല്ലാഹുവേ, പ്രവാചകരെ മദ്ഹ് ചെയ്യുന്ന സാലിഹീങ്ങളിൽ, അവരെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, സഹാബ, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വസ്തുക്കളാണ്. ഒന്ന് അത്തീബു, സുഗന്ധമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സുഗന്ധമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ നബിക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ നമ്മളും ഇഷ്ടം വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തീബു, സുഗന്ധം, ഒന്നാമത്തത്. അതുകൊണ്ടാണല്ലേ അറബികളെ നിങ്ങൾ കാണി 100 റിയാൽ ഉണ്ടെങ്കിൽ അവർ അതിലൊരു 75 റിയാൽ ചെലവഴിക്കാൻ നല്ല സുഗന്ധം വാങ്ങാനാണ്. നമ്മൾ കാണുന്നില്ല, മക്കത്തും മദീനത്തും ഒക്കെ ഒരുപാട് സുഗന്ധ ദ്രവ്യങ്ങളുടെ ഷോപ്പ്. ഇവിടെ പോയിച്ചല്ലേ ബുഖൂർ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അവരാണല്ലോ. കിട്ടുന്നതാകുന്ന ശമ്പളത്തിന്റെ 3/4 ഭാഗവും സുഗന്ധങ്ങൾ വാങ്ങാൻ അവർ ഇഷ്ടപ്പെടും. നബിയോടുള്ള മഹബത്താണ്, നബിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. നമ്മൾ വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് ഇങ്ങനെ അലമാരയിൽ വെക്കുന്നതല്ലാതെ അല്ലാഹു ഉപയോഗിക്കുന്നു. അതാണ് നമ്മളിൽ ഭൂരിഭാഗം. ഈ സാധനം കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ഒരു മഹ്റൂമിന് കൊടുക്കത്തുമില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നബിക്ക് ഏറ്റവും ഇഷ്ടം സുഗന്ധം. എന്നാൽ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് നിർഗളിക്കുന്നത് സുഗന്ധമാണ്. എന്നിട്ടും നബി സുഗന്ധം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പ്രാധാന്യം സുഗന്ധത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാം. നല്ല സുഗന്ധം വാങ്ങണം. ചില സാധനം അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സലാം പറഞ്ഞു അങ്ങനെ തൈറ്റ് അടിക്കരുത്. 3 ദിവസത്തേക്ക് പിന്നെ എഴുന്നേക്കൂല. ജന്നാത്തുൽ ഫിർദൗസ് പേരിട്ടിട്ട് കാര്യമില്ല. അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മയ്യത്തിനടിക്കുന്ന അങ്ങനെ തൈറ്റ് അടിക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സുഗന്ധം, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല അത്തർ വാങ്ങിയിട്ട് സുഗന്ധമുള്ളത് എപ്പോഴും ഉപയോഗിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും വാങ്ങണം. നമ്മൾ എപ്പോഴും സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ്. 2 നബിക്ക് ഇഷ്ടമുള്ളത്. രണ്ടാമത്തത് എന്റെ ഭാര്യമാർ എനിക്ക് വല്ലാതെ പ്രിയമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നബി തങ്ങൾക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഇണകളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഹബീബ് അങ്ങനെ ഇഷ്ടം വെക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ നീ നിന്റെ ഹൃദയത്തിലേക്ക് തീരുമാനമെടുക്കണം. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വല്ലാതെ പ്രണയിക്കുന്നവനാകണേ. അവളല്ലാതെ മറ്റൊരു പെണ്ണിലേക്ക് നോട്ടം പാടില്ല, ഹറാമായ ചിന്ത പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വന്നിസാ, ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒന്നാമത്തത് സുഗന്ധമാണ് എങ്കിൽ രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ്. തീർന്നില്ല, റസൂലുള്ളാഹി മൂന്നാമതായി പറയുന്നു, നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിസ്കാരത്തിനൂടെ കൺകുളിർമയായി നിലകൊള്ളലാണ് എനിക്ക് മൂന്നാമതായി ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ 3 വസ്തുക്കളാണ് ഇഹലോകത്തുള്ള എല്ലാ വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഈ വസ്തുക്കളെ പ്രിയം വെക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ, നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള 3 വസ്തുക്കളെ പറയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 3 കാര്യങ്ങൾ പ്രിയമുണ്ട് റസൂലേ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയട്ടെയോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പറയൂ അബൂബക്കറേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സഹാബത്തിൽപ്പെട്ട പല ആളുകളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അലിയാർ തങ്ങളടക്കം പലരും അവരുടേതാകുന്ന 3 മഹബ്ബത്തുകൾ പങ്കുവെക്കുമ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പങ്കുവെക്കുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പങ്കുവെക്കുമ്പോൾ, അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അതെല്ലാം കേട്ടു നിന്നതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, നബിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്.
നബിയേ നബിയേ അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുമുഖം കണ്ടുകൊണ്ടിരിക്കലാണ് റസൂലേ. അവിടുത്തെ സന്തത സാരാരിയായി നിലകൊള്ളാൻ അല്ലാഹു അവസരം നൽകിയതാകുന്ന ഈ പാവപ്പെട്ട അബൂബക്കറിന് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അത് മറ്റൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്നളറു ഇലാ വജ്ഹിക തങ്ങളുടെ മുഖകമലം നോക്കലാണ്. തീർന്നില്ല വജമുൽ മാലി ലിൽ ഇൻഫാഖി അലൈക നബിയേ നബിയേ തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കലാണ്. പാടത്തും പറമ്പത്തും പണിയെടുത്തുകൊണ്ട് കിട്ടുന്നതായ സർവ്വ സമ്പാദ്യവും ജോലി ചെയ്ത് കിട്ടുന്നതായ സർവ്വരത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും എല്ലാം അവിടുത്തേക്ക് സമർപ്പണം യാ റസൂലല്ലാഹ്. വജമുൽ മാലി ലിൽ ഇൻഫാഖി അലൈക എന്റെ ജീവിതം മുഴുവനും തങ്ങൾക്ക് സമർപ്പണമാണ് റസൂലേ. ഫിദാക ബി വ ഉമ്മി എന്റെ മാതാപിതാക്കൾ അവിടുത്തേക്ക് സമർപ്പണമാണ് റസൂലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഫർ മാസം 27-ന് മക്കയിൽ നിന്ന് പരിശുദ്ധ പ്രവാചകർ അലി റളിയല്ലാഹു അൻഹുവിനെ പുതപ്പിട്ടുകൊണ്ട് തന്റെ കിടക്കയിൽ കിടത്തിയിട്ട് പ്രവാചകൻ ഇതാ പോകുന്നത് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാണ്. ഒരുമിച്ച് യാത്ര തിരിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട മക്കയിൽ നിന്ന് ഇതാ ഗാറ് സൗറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 3 ദിവസം താമസിച്ചതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷണ വലയം നിർത്തുകൊണ്ട് ഗാറ് സൗറിൽ നബി തങ്ങളോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 724 അടി ഉയരത്തിലുള്ളതാകുന്ന വലിയ മലയുടെ മുകളിൽ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ തങ്ങളുടെ മടിയിൽ തലവെച്ചു കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശ്രമിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇതിനേക്കാൾ വലിയ സൗഭാഗ്യമുണ്ടോ മുസ്ലിമേ? ഇതിനേക്കാൾ വലിയ ബറക്കത്തുണ്ടോ? പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിസ്കരിച്ചിട്ട് പള്ളിയുടെ പുറത്തേക്ക് വരുമ്പോ ഒരു ഹൽഖ കാണുകയാണ്. ഒരു കൂട്ടർ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ഏറ്റവും നല്ല ഉന്നതൻ അബൂബക്കറിനേക്കാൾ ഉമറിനാണ് വലിയതാകുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഉമറാണ് അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠൻ. ഇത് കേട്ടുകൊണ്ട് കടന്നു വന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവരോട് പറയുകയാണ്, പറയരുതേ എന്നെയല്ല പുകഴ്ത്തേണ്ടത്, എന്നേക്കാൾ ഉന്നതൻ അബൂബക്കറാണ്. അറിയുമോ നിങ്ങൾക്ക് സ്വഹാബ ലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറാ അബൂബക്കറിന്റേതാകുന്ന ഒരൊറ്റ രാത്രി എന്റെ ജീവിതത്തിൽ കിട്ടുന്നതായ മുഴുവൻ ആയുസ്സിനേക്കാൾ ഈ ഉമറിന്റേതാകുന്ന ആയുസ്സിനേക്കാൾ ഏറ്റവും വലുതാണ് സ്വഹാബ. ഏതാണ് ആ രാത്രി എന്നറിയുമോ? സഫർ മാസം 27 മുതൽ 3 ദിവസം പ്രവാചകരോടൊപ്പം താമസിച്ചതാകുന്ന അബൂബക്കറിന് ഒറ്റയ്ക്ക് കിട്ടിയതാകുന്ന രാത്രി എന്ന് പറയുന്ന ഗുഹയുടെ മുകളിൽ ശത്രുക്കളിൽ നിന്ന് കവചം തീർത്തുകൊണ്ട് റസൂലുള്ളാഹിയെ സംരക്ഷിക്കാൻ കിട്ടിയതായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവസരം അതൊരു സാദാസീത രാത്രിയല്ല. ലൈലതു അബീ ബക്കറിൻ ഖൈറുൻ മിൻ ഉമരി ഉമറാ. ഉമറെന്ന് നിങ്ങൾ പറയുന്നതായി പാവപ്പെട്ട മനുഷ്യനില്ലേ, കിസ്റയുടെയും കൈസറിന്റെയും കോട്ട കുത്തകങ്ങളെ കിടുകിടാവിറപ്പിച്ച ഉമറെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഉമറില്ലേ? ലോകത്തോട് ഗാന്ധിജി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ വരേണ്ടത്. ഒരു സാധാരണ മനുഷ്യനല്ല ഉമർ. ഒരു വാതിലൂടെ പിശാച് വരുന്നു, അതിന്റെ മറ്റേ തലക്കിലൂടെ ഉമർ ഇതാ കാണുന്നു. ഉമറിന്റെ നിഴൽവട്ടം കണ്ടാൽ പിശാച് പുറത്തേക്ക് ഓടുമത്രേ. അത്രമാത്രം ഈമാനിന്റേതാകുന്ന സ്ഥൈര്യമുള്ള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന ഉമറിന് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ മുഴുവൻ ചെയ്തിട്ടുള്ളതായ എല്ലാ
നന്മകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാലും അബൂബക്കറിന് ആ കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയോളം വരില്ല കേട്ടോ. അബൂബക്കറാണ് എന്നേക്കാൾ വലുത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? അബൂബക്കറിന്റെ ഹൃദയം മുഴുവനും മുത്തുനബിയാണ്, റസൂലുള്ളാഹിയോടുള്ള പ്രേമമാണ്, ആ പ്രവാചകരോടുള്ള അനുരാഗമാണ്. എന്താണ് അബൂബക്കറേ നിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതികൾ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ മടിയില്ലാതെ അബൂബക്കർ വിളിച്ചു പറയുകയാണ്, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, തങ്ങളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം റസൂലേ. തീർന്നില്ല വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക. രണ്ടാമത്തെ ആഗ്രഹവും കുടുംബമല്ല, രണ്ടാമത്തെ ആഗ്രഹം കച്ചവടമല്ല, രണ്ടാമത്തെ ആഗ്രഹം മറ്റൊന്നുമല്ല. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ അഭിലാഷവും ഏറ്റവും വലിയ ഇഷ്ടവും തങ്ങളാണ്. തങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് തങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി, തങ്ങളുടെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടലാണ് രണ്ടാമത്തെ ഇഷ്ടം റസൂലേ. തീർന്നില്ല റസൂലുള്ളാഹിയോട് മൂന്നാമത് പറയുകയാണ്, വത്തവസ്സുലു ബിഖറാബതിക. തങ്ങളോടുള്ള ബന്ധം ചേർക്കലാണ്, കുടുംബ ബന്ധം ചേർക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ സിദ്ദീഖയെ നബിയെ തങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നത് തങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിനപ്പുറം ഒരു കുടുംബ ബന്ധം കൂടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വത്തവസ്സുലു ബിഖറാബതിക യാ റസൂലല്ലാഹ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹവും അനുരാഗവും ആ പ്രവാചകന്റെ മുഖത്ത് നോക്കി തുറന്നു പറയുകയാണ് അബൂബക്കർ. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹവും അനുരാഗവും സുന്നികളാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണേ അല്ലാഹ്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ കൂടുതലായി ഭാഷണം നടത്തുന്നില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നാം. റസൂലുള്ളാഹിയുടെ മദ്ഹ് നമ്മൾ ചൊല്ലണേ. അല്ലാഹ് പോലും അവന്റെ നാമത്തിലേക്ക് ചേർത്ത് വെച്ച നാമമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്തുതിക്കവനാൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തിയാണ്. സ്തുതികീർത്തനങ്ങൾ ആലപിക്കേണ്ട വ്യക്തിയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല. ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന സർവ്വ ഇമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്. ഇറാഖിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന, ബഗ്ദാദിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന സിരിയുസ് സഖതി റളിയല്ലാഹു അൻഹു, അവരുടെ ഉസ്താദാകുന്ന മഹാനാകുന്ന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഇറാഖിലെ വലിയ മഖാമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ എത്തിച്ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഹയ്യ ലിഖറാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാർ ചെയ്താൽ മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങളെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടിയാൽ തീർന്നില്ല. വലബിസ ജദീദ, നല്ല പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നാൽ, വതഅത്തറ വതജമ്മല, നല്ല അത്തർ പൂശി നല്ലതുപോലെ
പുതുവസ്ത്രം ധരിച്ച് നല്ല പ്രൗഢിയോടുകൂടി ഗാംഭീര്യത്തോടുകൂടി മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്താൽ പള്ളികളും വീടുകളിലും മൗലിദ് ഓതുന്ന സദസ്സുകളും ഒക്കെ മനോഹരമായി ലൈറ്റിട്ടുകൊണ്ട് അലങ്കരിച്ചാൽ ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഒന്നാം സ്ഥാനക്കാരാകുന്ന ആളുകളോടൊപ്പമാണ്, അംബിയാ മുർസലീങ്ങളോടൊപ്പമാണ് എന്ന് മഹാനാകുന്ന മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ലൈറ്റുകൾ, എന്തിനാണ് വീടുകൾ ഇങ്ങനെ ബൾബുകൾ ഇട്ട് അലങ്കരിക്കുന്നത് എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, എന്തിനാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നത് മൗലിദിന്റെ സദസ്സിൽ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, മഹത്തുക്കളാകുന്ന സർവ്വ മഹാന്മാരും അതിന്റെ മഹത്വം ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, നിരാലംബർ കവലമമായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ ദീനിന്റെ വഴിത്താറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പരീക്ഷിച്ചിടത്തോളം ഏറ്റവും നല്ല പരീക്ഷണം ഞാൻ വിജയിച്ചത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലാണ്. അതിനേക്കാൾ ഉന്നതമായ പ്രതിഫലം മറ്റൊന്നുമില്ല, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് അത് എന്ന് മഹാനാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നല്ല ഭക്ഷണം വെച്ചു കൊടുക്കുക, അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. ഒരു അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. മൗലിദ് ഓതുക അതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുത്തനബിയോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ചൊല്ലുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുത്തല്ലിമീങ്ങൾ ഓരോരുത്തരുടെയും സദസ്സിലുള്ളതാകുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെ വരും. 300ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ശരീഅത്ത് കോളേജിലും ഹിഫ്ളിലും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്കറിയാം നമ്മുടെ സ്ഥാപനത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദിന്റെ മജ്‌ലിസുകളിലൂടെ കുട്ടികളുടെ ഭക്ഷണ ചെലവിലേക്ക് നൽകുന്ന സംഭാവനയാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തെ നിലനിർത്തുന്നത്. PKP ഉസ്താദ് ഉള്ള കാലഘട്ടം മുതൽ എക്കാലഘട്ടത്തിലും നമ്മുടെ സഹോദര സഹോദരിമാരാണ് അതിനോട്ട് വലിയ ഇഷ്ടം വെച്ചുകൊണ്ട് സംഭാവനകൾ നൽകി നിലകൊള്ളുന്നത്. അല്ലാഹു സംഭാവനകൾ സ്വീകരിക്കട്ടെ. ഉസ്താദിനോടുള്ള മഹബ്ബത്ത്, ശൈഖുനയോടുള്ള മഹബ്ബത്ത് അല്ലാഹു നിലനിർത്തുമാറാവട്ടെ.